നമസ്കാരമുണ്ട്. ഈ GCC രാജ്യങ്ങളിലൊക്കെ ഇപ്പം നടക്കുന്ന ഈ യുദ്ധമെന്ന് പറയാൻ പറ്റത്തില്ല, ഈ അടി ഒക്കെ കാരണം ആകെ ബുദ്ധിമുട്ടിലാണ്. ആദ്യം അങ്ങനെ അത് ഓപ്പണായിട്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ, ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഈ സോഷ്യൽ മീഡിയയിലും ന്യൂസിൻ്റെയൊക്കെ അടിയിൽ വന്ന് കമൻ്റ് ഇടുന്നേ ഇറാൻ സപ്പോർട്ടുകാരും ഇന്ത്യ സപ്പോർട്ടുകാരും അമേരിക്കൻ സപ്പോർട്ടുകാരും ഇസ്രായേൽ സപ്പോർട്ടുകാരും ഒക്കെ ഒരു കാര്യം ചിന്തിക്കണം. മലയാളിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. നമുക്കിപ്പം മറ്റേ എന്തെങ്കിലും പറഞ്ഞാണ്ട് ഗുജറാത്തിലോട്ടോ യുപിയിലോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. നിങ്ങളൊന്ന് ഓർക്കുക, ഏറ്റവും കൂടുതൽ മലയാളികൾ എടുക്കുന്ന ഇവിടെയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ മാർച്ചിൽ ഇവിടെ സ്കൂൾ വെക്കേഷനായിരുന്നു, നമ്മുടെ ഈദ് വന്നു. എത്ര പേര് നാട്ടിൽ വന്നു? ഞാൻ ഒരാഴ്ചത്തേക്ക് വരാനിരുന്നതാണ്. ഇവിടുന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു 50,000 രൂപ നാട്ടിൽ വന്നിട്ട് ചിലവാക്കും. ഈ പൈസയൊന്നും ഈ ചിലവാക്കുന്നതിൻ്റെ പോക്കറ്റിലേക്ക് തിരിച്ചു വരുന്നതുമല്ല. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ചെറുകിട കച്ചവടക്കാർക്കും ഇനി വലിയ വൻ കച്ചവടക്കാർക്കാണെങ്കിലും ഹോസ്പിറ്റലുകൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളിലേക്കാണ് ഇത് പോകേണ്ടത്. ഈ പൈസയൊക്കെ അതിനകത്തുനിന്ന് കിട്ടുന്ന ടാക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ നാട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ കിട്ടുന്ന, അല്ല പെൻഷനാണെങ്കിലും ഇനി വേറെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ അതിനകത്തുനിന്ന് കിട്ടുന്നതാണ്. അതൊന്നും കിട്ടിയില്ലല്ലോ. ഇതിങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ ഇനിയിപ്പം ജൂലൈ ആഗസ്റ്റിൽ വെക്കേഷൻ വരുന്നു. ഒരുമാതിരിപ്പെട്ട എല്ലാ ഫാമിലീസും നാട്ടിൽ വരേണ്ട സമയമാണ്. ഇവിടുന്ന് വരാൻ പറ്റില്ല. ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെയും അങ്ങോട്ട് വരാൻ പറ്റും, തിരിച്ച് കയറി വരാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ മൊത്തം പെട്ടുപോകും. ഇത്രയും പേരെയൊന്നും തീറ്റിപ്പോറ്റാനൊന്നും നമ്മുടെ കേരളത്തിൽ പറ്റില്ല. നമ്മൾ കൊറോണ വന്നപ്പം കണ്ടെന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ കുറേ അരിയും അത് കൊടുത്തു, അതിനകത്ത് കുറേ പപ്പടവും അതൊക്കെ ഇട്ട് വീടുകളിൽ എത്തിച്ചു, അവരവർക്ക് ഇഷ്ടമുള്ളവരത്തൊക്കെ എത്തിച്ചു. പിന്നെ നല്ല ചക്കയുടെയൊക്കെ സീസണായിരുന്നു, അതുകൊണ്ടൊക്കെ ആൾക്കാർ കഴിഞ്ഞു പോയി. നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്ന ഇതിനൊന്നുമില്ല. ഇവിടെ കടയിലൊക്കെ ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയിട്ട് തേങ്ങ കിട്ടിയില്ല. ഞാൻ അവിടെ ചോദിച്ചവൻ പറഞ്ഞു തേങ്ങ ഇല്ലയെന്ന് പറഞ്ഞു. തേങ്ങ ചിരകിയതുണ്ട്, അതൊരു മുറി തേങ്ങയ്ക്ക് 350, ഇവിടുത്തെ 350 രൂപയാണ്, 50 പൈസയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് വിലയും അത്യാവശ്യം കൂടിയിട്ടുണ്ട്. അതിന് നമ്മളിവിടെ ഇവരെയൊന്നും കുറ്റം പറയത്തുന്നില്ല. ലോകം മൊത്തം പെട്ട് കിടക്കുന്ന സമയമാണ്. അപ്പം എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ്. ശ്രീലങ്കയിലൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ല. പാകിസ്ഥാന് അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. ഈ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് തള്ളുന്ന മാതിരിയൊന്നും അല്ല. കേരളത്തിലേക്ക് ഇരുന്ന് തള്ളി മറിച്ച് വിടാം, അതൊന്നും അല്ല ഇവിടുത്തെ കാര്യങ്ങൾ. ഇന്നലെയൊക്കെ രാത്രിയിൽ ഇവിടെ നല്ല ഇതുണ്ടായിരുന്നു. ഫോണൊക്കെ വെച്ചിട്ട് ഫോണൊക്കെ തന്നെ താഴെ പോയി, മേളിൽ അടി നടക്കുന്നതിൻ്റെയാണ്. ചുമ്മാതെ സോഷ്യൽ മീഡിയ കിടന്ന് തിളയ്ക്കാതെ ഇനി അങ്ങനെയുള്ളവർ തിളയ്ക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇറാൻ സപ്പോർട്ട് ഇറാനിലേക്ക് പോയിട്ട് അവിടെ പോയിട്ട് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുക, അമേരിക്കക്കാർ അവിടെ പോയി അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുക, ഇസ്രായേലുകാർ അവിടെ പോയി അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുക. അല്ലാതെ ഈ സോഷ്യൽ മീഡിയ കിടന്ന് യുദ്ധം ചെയ്യാനൊക്കെ എല്ലാവരെയും കൊണ്ടും പറ്റും. വെറുതെ ഇവിടെ കിടന്ന ആൾക്കാർ കിടന്ന് ഉരുവുകയാണ്. ഒത്തിരി പേർക്ക് ജോലി പോകാൻ പോകുന്നുണ്ട്, കുറേ പേർക്ക് പോയിട്ടുണ്ട്. ഒത്തിരി പേരുടെ ശമ്പളം കുറച്ചിട്ടുണ്ട്, കുറയ്ക്കുമെന്ന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ശമ്പളം കുറച്ച് പിന്നെയും പറ്റാതെ വന്നു കഴിഞ്ഞാൽ അവർ നാട്ടിൽ കയറ്റി വിടും. എവിടെ പോയി എന്ത് ജോലി എടുത്ത് ജീവിക്കും? കേരളത്തിൽ ഏതാണ്ട് ജോലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? മാറി മാറി ഭരിച്ച് നശിപ്പിച്ച് മുടിപ്പിച്ച് വെച്ചേക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ കിടക്കുന്നവരെയൊക്കെ നിങ്ങൾ മാനസികമായിട്ട് കുറേ അവർക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഈ കടമ. നിങ്ങൾ അല്ലാതെ ഈ കിടന്ന് സോഷ്യൽ മീഡിയ തള്ളിയിട്ടൊന്നും നമുക്ക് സപ്പോർട്ടൊന്നും ഇല്ല. പേടിയുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പേടിയൊന്നുമില്ല. പിന്നെ ഞാനൊക്കെ ആണെങ്കിൽ ഇവിടെ വർഷങ്ങളായി. ഇവിടുന്ന് ഇനി ഒരു പറിച്ചിടലൊന്നും കേരളത്തിലേക്ക് നടക്കത്തില്ല. എന്ത് വന്നാലും ഇവിടെ കിടന്ന് അനുഭവിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് പറയാണ്, ഈ സോഷ്യൽ മീഡിയ കിടന്ന് ഓരോരുത്തരുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ അങ്ങ് എഴുതി വിടുക ഇതിനെക്കുറിച്ച്. അതിൻ്റെ കൂട്ടത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുപോലെ വൃത്തികെട്ട റിപ്പോർട്ടിങ്, അത് ആദ്യമൊക്കെ ഇതുപോലെ റിപ്പോർട്ടിങ് നമ്മുടെ യൂസഫലിയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചാളത്തേക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഇതുകൊണ്ട് എന്താണ് കിട്ടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ ഓരോരുത്തർ
ആവശ്യത്തിലധികം പ്രശ്നങ്ങളായിട്ട് നടക്കുന്നത്. അപ്പോൾ അവർക്ക് മാനസികമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെയൊക്കെ കടമ. അതുകൊണ്ട് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ, അതിനൊന്നും നിങ്ങൾക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ മിണ്ടാതിരുന്ന് ഇവിടെ നിങ്ങൾക്ക് ഞങ്ങൾ എങ്ങനെയൊക്കെ ഇവിടെ ജീവിച്ചോളാം. വൃത്തികെട്ട പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നു ഓരോരുത്തർ.